നമ്മളിന്നൊരു ഊട്ടി യാത്രയിലാണ് കേട്ടോ. ഇന്ന് ഞാനൊരു ടൂർ ഗൈഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ലോക്ക്ഡൗണിന് ശേഷം ഊട്ടിയിൽ വരുന്നവർക്ക് എന്തൊക്കെ കാണാൻ പറ്റും, അങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ മുത്തമ്മാൻ്റെ മോനും അവൻ്റെ ഫാമിലിയാണ്, പിന്നെ എൻ്റെ പെങ്ങളും. പോവല്ലേ, ഊട്ടി പോവല്ലേ? യാത്ര ആരംഭിച്ചു കേട്ടോ. നമ്മൾ രാവിലെ ഒരു 8 മണി ആയിക്കണം ഗൂഡല്ലൂരിൽ നിന്ന് പുറപ്പെട്ട്. നമ്മൾ പതിയെ അങ്ങനെ പോണ കാഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ നമുക്ക് യാത്ര പോകാം. പിന്നെ തണുപ്പിന്ന് കമ്മിയാട്ടോ. ഈ പോകുന്തോറും അത്യാവശ്യം തണുപ്പായി ഇങ്ങനെ വരും. കാരണം ഇവല് നാട്ടിലാട്ടോ, മഞ്ചേരിയിലാണ് പോലെ വീടൊക്കെ. എങ്ങനെയുണ്ട് മണിക്കൂറേ? ഒന്നും പറയല്ല. ഇവലൊക്കെ വീർപ്പ് മുട്ടിയിരിക്കുകയാണ്. എന്താ വെച്ചാൽ ഈ കൊറോണ കാരണം കൊണ്ട് എല്ലാവരും ഊട്ടി വരുന്നതല്ലേ. ഒരു ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊക്കെ കേരളക്കാർ മലപ്പുറത്ത് നിന്ന് ജില്ലയിലൊക്കെ എപ്പോഴും വരുന്നതാണ്. അപ്പം എല്ലാവരും ഒരു വീർപ്പ് മുട്ടിൽ തന്നെ കയറണം. കുറേ കാലത്തിന് ശേഷമാണ് മഷ്കൂറും അതുപോലൊക്കെ നമ്മളെ നാട്ടിൽ വന്നിട്ട് ഊട്ടിക്ക് പോണത്. നമ്മളെ ഗൂഡല്ലൂരിൽ നിന്ന് ഊട്ടി കയറുമ്പോൾ തന്നെ ഉള്ളൊരു കിഡിലും ഒരു എൻട്രൻസ് ആണ് ഈ ഒരു യുക്കാലിപ്സിൻ്റെ ഒരു ഇടയ്ക്കൂടുള്ളൊരു വഴി. ഈ ഒരു യുക്കാലിപ്സ് തമിഴ്നാട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് 1967 പ്ലാന്റ് ചെയ്തതാണല്ലോ കേട്ടോ. ഇതാണ് നമ്മളെ സൂചിമലയ്ക്കുള്ള ഒരു എൻട്രൻസ് ആണ് സംഭവം. ഇതിപ്പോൾ ക്ലോസ് ആണ്. നമ്മളിവിടുത്തെ ഇതിൻ്റെ ഒരു മെയിൻ്റനൻസ് ഒക്കെ നോക്കുന്ന ഒരാളുണ്ട്. ഇവിടെ കൗണ്ടറിൽ ടിക്കറ്റൊക്കെ എടുത്തേക്കണ മുമ്പിലൂടെ നമുക്ക് അന്വേഷിക്കാതെ എന്നാ തുറക്കണം. അന്നത് എന്നേക്ക് வெள்ளிக்கிழமை மட்டும் ஓப்பன்னு சொல்லியிருக்காங்க. இன்னும் தகவல் வரலங்க. எப்படின்னு பார்த்துட்டு வெள்ளிக்கிழமை மட்டும் சொல்லுவாங்க. ஆனால் எப்படியும் 1ஆம் தேதி ஆயிடும். ஓப்பன் பண்ணால் 1ஆம் தேதி ஆயிடும். അപ്പോൾ ஏகദേശம் ஆளுங்க வந்துட்டு போய்கிட்டு தான் இருக்காங்க. வண்டியெல்லாம் நிறையா வருது. ஆனால் யாரையுமே உள்ள இல்லை. ஆமாம், எல்லாம் சோலையாக இருக்குது. உள்ள எல்லாம் வெட்டி க்ளீன் பண்ணிக்கிட்டு இருக்கிறோம். டெய்லி வெட்டி க்ளீன் பண்ணிக்கிட்டு இருக்கிறோம். எல்லாம் க்ளீன் பண்ணி முடித்தோடனே தான் உள்ளே விடுவாங்க. ஆனால் 1ஆம் தேதி ஆயிருங்க. ஒன்றாம் தேதி ரொம்ப கூட்டமாக இருக்கும். 1ஆம் தேதி கூட்டமாக தான் இருக்கும். ஏன்னா எல்லாம் வீட்டுக்குள்ளேயே அடைஞ்சிருந்தாங்க இல்லைங்களா. கொஞ்சம் ஃப்ரீ ஆகுறதுக்கு இப்போ 1ஆம் தேதிக்கு மேலே ஃப்ரீ ஆயிடுவாங்க. ശരിയെന്നാ, എല്ലാം മക്കൾ സേഫ്റ്റി தான். അതാ സംഭവം. 1ആം തീയതി ഇനി ഒരു രക്ഷയുണ്ടാവില്ല കേട്ടോ. ഈ ഒരു വഴിയൊക്കെ നിറഞ്ഞ് കിടക്കുകയാണ് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട്. ഏകദേശം ഊട്ടി പോണ എല്ലാ സ്പോട്ടും 1ആം തീയതി കൺഫേം ആയിട്ട് തുറക്കുന്ന നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ അടിപൊളി. നമുക്ക് ഞാൻ അടുത്ത ഓരോ ലൊക്കേഷൻ നമുക്കങ്ങനെ തേടി പോകാം. എല്ലാം ക്ലോസ് ആയി കയറാം. നമുക്ക് പറ്റുന്ന സ്ഥലങ്ങളൊക്കെ ഇറങ്ങിയിട്ട് നമുക്കിങ്ങനെ കണ്ടുപോകാം. എവിടേക്ക്? ഊട്ടി.
ടാറ്റാ. ഓ, നമ്മളെ സൂചിമല ക്ലോസ് ആണെങ്കിലും ഈ ഒരു ബെൻഡിൽ നമുക്ക് ഇവിടെ ഒരു സ്പോട്ട് കണ്ടോ, ഇത് ഫുൾ ടൈം ഓപ്പൺ ആയി കയറാം. അവിടെ നിന്നൊരു വ്യൂ ഉണ്ട്, അതും അടിപൊളി വ്യൂ കേട്ടോ. നമ്മളെ സൂചിമലേനെ അത്ര വരില്ലെങ്കിലും ഒരു നല്ല വ്യൂ തന്നെയാണ് ഇവിടെയുള്ള ഈ ഒരു സ്പോട്ടും. ഇവിടെ നിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഇവിടെ ഒരു ടൗണൊക്കെ ഉണ്ടോ, നല്ല അടിപൊളി ഒരു കാഴ്ച തന്നെയുണ്ട്. ഇവിടെ നിന്നുള്ളത് നമുക്ക് അടുത്ത ഒരു ലൊക്കേഷന് പോയാൽ ആ കാണുന്നതാട്ടോ നമ്മളെ സൂചിമല. ഒന്നും ക്ലിയർ ആയിട്ട് കാണുന്നില്ല, പിന്നെ വോയിസ് എത്രത്തോളം ക്ലിയർ ഉണ്ടാവുമെന്നും അറിയില്ല. നമ്മൾ ഊട്ടിയിൽ മെയിൻ റോഡിൽ മെയിനിലൊരു പ്രശ്നമാണ് ഈ ഒരു ഏരിയ. ഇവിടെ ഫുൾ ടൈം ബ്ലോക്ക് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ലോക്ക്ഡൗൺ ടൈമിൽ ഒരു നല്ല യൂസ് ആക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു റോഡ് പാറൊക്കെ പൊളിച്ച് വീതി കൂട്ടിക്കൊണ്ട് നിൽക്കുകയാണ്. ഏകദേശം ഈ കൊറോണ കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഊട്ടിക്കുള്ള വഴിയും ഒരു നല്ല അടിപൊളിയായിട്ട് ഒരുക്കിക്കൊണ്ട് തന്നെ നിൽക്കുന്ന ഒരു കാഴ്ച കേട്ടോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കിടിലൻ സ്പോട്ടിലെത്തിയിട്ടു. ടിയാറാ തോന്നുന്നു ഈ സ്ഥലത്തിൻ്റെ പേര്. ന്യൂസേ തണുക്കുണ്ടോ? തണുക്കുണ്ടോ? ഇവൾക്ക് തണുപ്പ് ഒരു പ്രശ്നമില്ല. ഇന്നലെ പേരയിൽ നിന്നിട്ട് രാത്രിയൊക്കെ ഡ്രസ്സൊക്കെ ഊരിട്ട് നടക്കണേ. ഇങ്ങനെയുണ്ട് മഷ്കൂറ സ്പോട്ട്. നമുക്ക് ടൂറിസ്റ്റ് സ്പോട്ടുകൾ തന്നെ വേണമെന്നില്ല. ഊട്ടിയിൽ എവിടെ പോയാലും ഇതേപോലത്തെ അടിപൊളി ലൊക്കേഷനുകളാണ്. ആ ഒരു ഭാഗത്തായിട്ട് ഈ ഒരു തടാകത്തിൽ ഒരു മീൻ തൊട്ടിയോ ഒരു ചെറിയൊരു തോണിയൊക്കെ കാണുന്നുണ്ട്. നമുക്ക് പോയേക്കാം എന്ത് സംഭവം. നല്ല അടിപൊളിയായിട്ട് കേട്ടോ. നല്ല ഇന്നും വല്ലാത്ത തണുപ്പില്ല, ഒരു നോർമൽ തണുപ്പിൽ ഈ ഒരു വെയിൽ കൊള്ളാൻ ഒരു പ്രത്യേക സുഖമാണ്. നമ്മളെന്തായാലും തനിച്ചൊരു ട്രിപ്പ് വരുന്നുണ്ട് ഊട്ടിക്ക്. അത് ഒരു 2-3 ദിവസം സ്റ്റേ ചെയ്യണം ഊട്ടിക്ക് കയറാം. അത് നമ്മൾ ബൈക്കിൽ
ടെൻ്റൊക്കെ ആയിട്ടൊരു കിടിലം ട്രിപ്പ് പോയി കയറും. വെള്ളത്തിനൊക്കെ നല്ല തണുപ്പായി കയറട്ടോ. അടുത്ത മാസം ഡിസംബർ പറയേണ്ടി വരില്ല, ഒടുക്കത്തെ ഫീൽ കയറാം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഓപ്പണാക്കി തുടങ്ങിക്കൊണ്ടിരിക്കുന്നത്. നോക്കി അടിപൊളിയായിട്ടുള്ളൊരു കാഴ്ച. ക്യാരറ്റ് തൈകളൊക്കെ ക്യാരറ്റത് ഈ വെയിൽ കണ്ടോ, അതാ ഞാൻ പറഞ്ഞത്. ഒരു നല്ല രസമുണ്ട് കാണാൻ. ഇതിൻ്റെ ഉള്ളിൽ മിക്കവാറും ക്യാരറ്റ് തൈ വെക്കാം. ക്യാരറ്റ് നല്ല പച്ചപ്പായിട്ടുണ്ട്. ഒരു ചെറിയ തോട്ടമാണ്, ചെറിയ കുടിലുകൾ കണ്ടില്ലേ, അവരുടെ ചെറിയൊരു ക്യാരറ്റ് തോട്ടം. നമ്മളെ തോണിതാ അവിടെ കിടക്കണേ. ആഹാ, ഇത് വലയൊക്കെ ഉണ്ടല്ലോ, ഫൈബർ ബോട്ടാണ് കേട്ടോ. ഓ, ഒരുപാട് വലയൊക്കെ ഉണ്ട്. ഇവിടുത്തെ ഏതെങ്കിലും ഒരു കമ്പനീസിനെ കിട്ടണം, എന്നിട്ട് ഈ ഒരു പുഴയിൽ വലയൊക്കെ എറിഞ്ഞ് മീനൊക്കെ പിടിച്ച് അടിപൊളി എക്സ്പീരിയൻസ് ചെയ്യാറും. ആ ഒരു കോട്ടേജാൾ കണ്ടോ, എന്താ ലുക്കിൽ കാണാൻ. ഒരേ മോഡല് വരിക്ക് തട്ടേനെ കിടക്കണ. നമ്മുടെ നമ്മളിപ്പോൾ പൈക്കാറ വാട്ടർഫാൾസിലാട്ടോ. അവിടെയൊക്കെ ഫുൾ ക്ലോസ് ആണ്, അവിടേക്ക് എൻട്രി ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മളിവിടെ നിന്ന് ഒരു ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചിട്ട് പോകാൻ വേണ്ടി നിർത്തിയതാണ്. പറ്റുകയാണെങ്കിൽ ഓപ്പൺ ആണെങ്കിൽ അവിടെ നിന്ന് പോയേക്കണം. പിന്നെ ഇവിടുത്തെ ഗവൺമെൻറ് കണ്ടോ, വോയിസ് കേൾക്കില്ല ബാക്ക്ഗ്രൗണ്ടിൽ. നമ്മളെ ഈ കൊറോണൻ്റെ ഈ അവയർനെസ്സിനെ കുറിച്ച് ഓരോന്നിങ്ങനെ ഓരോ സ്റ്റോപ്പിലും അനൗൺസ്മെൻറ്റ് ചെയ്തുകൊണ്ടേ വെക്കുന്നുണ്ട് കേട്ടോ. ഡോണ്ട് ഫീഡ് മങ്കീസ്. നമ്മൾ പൈക്കാറ വരുമ്പോൾ പൈക്കാറ ബോട്ട് ഹൗസ് അല്ല കേട്ടോ, പൈക്കാറ വാട്ടർഫാൾസ്. ഈ ഒരു ലൊക്കേഷനിൽ കൂടുതൽ ആൾക്കാരും വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു എന്താ പറയുക, അടിപൊളി ലൊക്കേഷനാണ്. ഇങ്ങനെ ഇവിടെ ഒരു ഗ്രൗണ്ടൊക്കെ കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു ഇവിടെ നല്ല ഫ്രഷ് ചൂട് കടലൊക്കെ കിട്ടലുണ്ട്. ഇപ്പോൾ ഒന്നുമില്ലാത്തത് കൊണ്ട് നമ്മൾ മറ്റേ ആ പാക്കിൽ വരുന്ന കടല വാങ്ങി. ഇവിടുന്ന് കടലൊക്കെ വാങ്ങിയിട്ട് ഇതിലിങ്ങനെ നടന്നിട്ട് ലാസ്റ്റിൽ കുറച്ചങ്ങോട്ട് നടന്നു പോകണം. ആ നടന്നു പോകാനുള്ളൊരു വഴി നല്ല രസമാണ്. ചെന്ന് എത്തുന്നത് ഒരു അടിപൊളി വാട്ടർഫാൾസൊക്കെയാണ്. ഞാനെപ്പോൾ ഊട്ടി പോകണമെങ്കിലും ബോട്ട് ഹൗസ്, പൈക്കാറ ബോട്ട് ഹൗസ് പോകുന്നതിലേറെ കൂടുതൽ വന്നിട്ടുണ്ടാവുക ഈ ഒരു പൈക്കാറ വാട്ടർഫാൾസൊക്കെയാണ്. വരുമ്പോൾ എല്ലാവരും ഒരു പ്രാവശ്യം ഇവിടെ നിന്ന് ഇറങ്ങി വയ്ക്കണം. കൂടുതൽ പേരും ഇവിടെ പൊതുവെ ഇറങ്ങലില്ല, എന്നാൽ അറിയാത്തതുകൊണ്ട് കഴിക്കാറാം. എല്ലാ ഒരു കൂടുതൽ ആൾക്കാരും ഒരു ആൾത്തിരക്കും ഇല്ലാത്ത ഒരു നല്ലൊരു നമുക്കൊരു സ്വസ്ഥമായിട്ട് ഇങ്ങനെ നടന്നു പോകാം. കുറച്ച് ദൂരം നടക്കാനുണ്ട്, നടന്നിട്ടില്ല. വാട്ടർഫാൾസ് ഇപ്പോൾ അവിടെ ക്ലോസ്ഡ് ആണ്, പക്ഷെ നമുക്ക് അതുവരെ നടന്നിട്ട് വരാം. അഷ്കർ ഇതിന് മുമ്പ് ഈ സ്ഥലത്ത് കൊണ്ടുക്കണം? ഇല്ല, ഇവിടെ ആദ്യമായിട്ടാണ്. ഉണ്ടല്ലേ, ഒന്ന് ഇരിക്കാനൊക്കെ ആയിട്ട് നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിലെങ്കിൽ ഫുള്ള് ഇതേപോലത്തെ പച്ച പുല്ലൊക്കെ ആയിട്ടിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ഒരു അടിപൊളി റോഡുണ്ട്. പോയേക്കാം നമുക്ക്.
താഴെ വരെ പോയേക്കാം. സിയോ തണുക്കുണ്ടോ? ചെറുതായിട്ടുള്ളൂ. ആ നമുക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെ നിന്നാല്. സൗണ്ട് കേൾക്കുന്നുണ്ടോ? നല്ല അടിപൊളിയായിട്ട് സൗണ്ട് കേൾക്കുന്നുണ്ട്. നമ്മളെ വാട്ടർഫാൾസ് ഇതാക്കണം. ഇവിടെ നിന്ന് ഇപ്പോൾ കണ്ടു തുടങ്ങും. നീക്കളി ഒരു 1.5 കാഴ്ചയാണ്. കണ്ടോ കണ്ടോ വാട്ടർഫാൾസ് കണ്ടോ? ഇങ്ങോട്ട് നോക്കി കണ്ടോ? നിങ്ങളെന്താ കണ്ടേക്കണേ? ഒരു അടിപൊളി സ്പോട്ടാണ്. പക്ഷെ നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയാലേ അതിൻ്റെ കറക്റ്റ് വ്യൂ കിട്ടുള്ളൂ. നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയാലേ കറക്റ്റ് വ്യൂ കിട്ടുള്ളൂ. പക്ഷെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റണ ഒരു പച്ച വാട്ടറായി കിടക്കണം. കാണാൻ പറ്റണ കാഴ്ച നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ ഇത് ക്ലോസ്ഡ് ആക്കിക്കണം. പക്ഷേ പൈക്കാറ ഈക്കോ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി പൈക്കാറ വാട്ടർഫാൾ സംഭവം. ഒരു ഫുള്ള് പണിക്കാരൊക്കെ വന്നിട്ട് ക്ലീനിങ്ങും പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടോ. അത് എൻട്രൻസ് ഫീസ് വെറും 10 രൂപയാകും. നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയൊരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട്. പിന്നെ നല്ലൊരു കിടിലൻ സ്ഥലമാണ്. ചിൽഡ്രൻസ് പാർക്ക് എന്നാ എന്നേക്ക് ഓപ്പൺ பண்ணுவாங்க 2 നാളാ? ആഹാ രണ്ട് ദിവസം കൊണ്ട് സംഭവം ഓപ്പൺ ആക്കും കേട്ടോ. ഈ വീഡിയോ ഇടുമ്പോൾ ഇതൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ടാവും. എല്ലാവരും പോരി നല്ല അടിപൊളിയാക്കിയിട്ട് എമ്മ ക്ലീനാക്കി വെച്ചിരിക്കണോ കാണുന്നുണ്ടോ? നല്ല വൃത്തിയാക്കി അടിച്ചവർ അടിപൊളിയാക്കി വെച്ചിരിക്കണേ. ആ ഒരു കാഴ്ച ഇവിടുന്ന് കാണിച്ചു കേട്ടോ. ചെറുതായിട്ട് കാണുള്ളൂ. വാട്ടർഫാൾസ് കാണില്ല, ഒരു ലേക്കിൻ്റെ ഇത് മാത്രം കാണുന്നുണ്ട്. ബാക്കി പാട്. പടിപ്പളിയിലോ അയ്യോ പാട്. കിടിലൻ ഡാൻസ് ആട്ടോ കുട്ടി. അങ്ങനെ അത് കാണാനുണ്ടോ പൊയ്ക്കാറ ഡാം. നമ്മൾ ഈ ഒരു ഡാമിൽ നിന്ന് വരുന്ന വാട്ടർഫാൾസിലേക്കാണ്, താഴ് ഭാഗത്തേക്കാണ് നമ്മൾ നാട്ടിൽ പോയത്. ഇതിൻ്റെ മേൽഭാഗത്തായിട്ടാണ് ബോട്ട് ഹൗസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. നമ്മളങ്ങനെ വീണ്ടും പോയിക്കൊണ്ടിരിക്കുകയാണ്.
നമ്മളെ അടുത്തൊരു സ്പോട്ട് ആണ് കേട്ടോ, ഒരു ഷൂട്ടിംഗ് പോയിന്റ്. ഇവിടെ ഒന്നും ഓപ്പൺ അല്ല, ക്ലോസ് ആണ്. ഈ ഒരു ഷൂട്ടിംഗ് പോയിന്റിൻ്റെ താഴ് ഭാഗത്തായിട്ട് ഒരു മൊട്ടക്കുന്നുകളുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഈ ഒരു ടൈം വരുന്നവർക്ക് ഇവിടെ ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് അവിടെയൊക്കെ പോയിരിക്കാം. അവിടെ ഇപ്പോൾ ഒരുപാട് വണ്ടികളൊക്കെ അവിടെ പോയി നിൽക്കുന്നുണ്ട്. നമ്മൾ അങ്ങോട്ട് പോകണില്ല. ഈ തണുപ്പത്ത് ഒരു ഐസ്ക്രീം കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നല്ല ഫീലായി കയറാം. ഐസ് വേണമെങ്കിൽ ഐസ് വേണോ ഏട്ടാ? ഒരു കോൺ കൊടുങ്ങ നോക്കാം. തണുപ്പത്ത് വന്നിട്ട് ഐസ്ക്രീം കഴിക്കുന്ന ഒരു പ്രത്യേക ഫീലാ. ബബൂബിനെ കാണിച്ചെങ്കിൽ വലിയ ബബൂബ് എന്താ ഇതെന്താ അമ്പേ കുതിര സവാരിയൊക്കെ ഓപ്പൺ ആയിക്കുന്നു തോന്നുന്നുണ്ടോ? അമ്പ എന്താ അമ്പ നോക്കാം. തൊട്ടൊക്കെ വേണ്ടേ അതിൻ്റെ ഒരു ചവിട്ടിട്ട് വരെ തെറിച്ചു പോവും. ഇതൊരു ഐസ്ക്രീം മഷ്കൂറേ. ഈ ഐസ് തണുപ്പ് കമ്മിയുണ്ടോ? അത് നമുക്ക് തണുപ്പ് കമ്മിയായി ഫീൽ ആവുകയാണ്. ഈ ക്ലൈമറ്റ് തണുപ്പുണ്ടായതുകൊണ്ട് ഊട്ടിയിൽ വന്നാൽ അതൊരു എക്സ്പീരിയൻസ് ഒക്കെ കേട്ടോ. നമുക്കൊരു പൊട്ട ഐസ്ക്രീം നമ്മൾ ചെയ്യോ കേട്ടോ. ഐസ്ക്രീം തിന്നണ നായിക്കുട്ടിനെ കണ്ടിക്കണോ? തണുക്കുണ്ടോ? തണുപ്പായിട്ട് ഇടങ്ങേറായി ഇരുന്ന് തിന്നുണ്ടാവും. പോവാ. നമ്മളങ്ങനെ തലക്കുന്ന ടൗണിലെത്തിട്ടോ. ഇവിടുന്ന് ഏകദേശം കുറച്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമ്മളെ ഊട്ടിക്ക്. ഈ ഒരു വഴി പോയാലും നമുക്ക് നമ്മളെ ഗൂഡല്ലൂർ ടച്ച് ആവും. രണ്ടും സെയിം കിലോമീറ്ററാണ്. ഈ വഴി പോകുന്നത് നേരെ തൊപ്പക്കാട് ആ ഒരു വഴിക്കാണ് കേട്ടോ. പക്ഷെ ഇതിൽ അങ്ങോട്ട് താഴത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. നമുക്ക് ഗൂഡല്ലൂരിൽ നിന്ന് ഇങ്ങനെ മേലേക്ക് ഇതിൽ എൻ്ററായി വരാം. നമ്മൾ അടുത്തൊരു വീഡിയോയിൽ വരുന്നത് ഈ ഒരു ഭാഗത്ത് കൂടെ നമ്മൾ എൻ്ററായിട്ടേക്ക് കയറാം. അതൊരു വ്യത്യസ്തമായിട്ടുള്ള റൂട്ടാണ്. ഊട്ടിയിൽ വരുന്ന അധികം ആൾക്കാരും യൂസ് ചെയ്യാത്തൊരു റൂട്ടും പാടെയാണ്. കല്ലട്ടി ചുരം എന്ന് പറയും. ഫുള്ള് ഹെയർ പിൻ ബെൻഡുകളില്ല ഒരു വലിയ ചുരമാണ്. അത് നമുക്കൊരു എൻജോയ് ചെയ്യണമെങ്കിൽ നമുക്ക് ഗൂഡല്ലൂരിൽ നിന്ന് തൊപ്പക്കാട് മസനക്കുടി വഴി കയറി വരാം. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ബൈക്കിൽ വരുമ്പം ഇത് വഴിക്കാരം നമ്മൾ വരിക. അപ്പോൾ ഈ ഒരു വീഡിയോ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി ഊട്ടി പോയിട്ട് ഊട്ടിയിൽ നിന്നുള്ള നല്ല വ്യൂസായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.